ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന റൂം. ഈ കപ്പിൾസ് ഈ റൂമിൽ വന്നതിന് ശേഷം പണം, വസ്ത്രം, ആഭരണങ്ങൾ എന്നിങ്ങനെ എല്ലാം ചോദിച്ചു വാങ്ങിയതിന് ശേഷം ഈ വൈഫ് ഒരു കുട്ടിയെ മേടിക്കുന്നു. എന്നാൽ ഈ റൂമിൽ നിന്ന് ലഭിച്ച ഏതൊരു സാധനവും പുറത്തേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കില്ല എന്ന് ഈ ഹസ്ബൻഡ് മനസ്സിലാക്കുന്നു. എന്നാൽ അത് വൈഫിനോട് പറയാതെ മറയ്ക്കുന്നു. ഒരു ദിവസം ആ വൈഫ് കുട്ടിയെ കൊണ്ട് പുറത്തേക്ക് പോകാം എന്ന് കരുതി പോകുന്നു. എന്നാൽ പുറത്തു കടക്കുമ്പോൾ കുട്ടിയുടെ ശരീരം കത്തുവാൻ തുടങ്ങുന്നു. ഇത് കണ്ടത് സഹിക്കാൻ സാധിക്കാതെ ഹസ്ബൻഡ് വീണ്ടും കുട്ടിയെ അകത്തേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ആ കുട്ടി മുൻപത്തേക്കാൾ വേഗത്തിൽ വളരുന്നു. ആ കുട്ടി വേഗത്തിൽ വളരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു. ഉടൻ തന്നെ ഇതിനു മുൻപ് അവിടെ താമസിച്ചിരുന്ന ആൾക്ക് കോൾ ചെയ്തു ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് ചോദിക്കുന്നു. ആ കുട്ടിയെ ഉണ്ടാക്കിയവർ മരിച്ചു പോയാലാണ് ആ കുട്ടിക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനു മുൻപ് അവിടെ ഉണ്ടായിരുന്നവർ എന്നെയും ആ റൂമിൽ നിന്നാണ് ഉണ്ടാക്കിയത്. എനിക്ക് വേണ്ടിയാണ് അവർ ജീവൻ വെടിഞ്ഞത്. അതുകൊണ്ടാണ് എന്നെ ഇപ്പോൾ മെന്റൽ ഹോസ്പിറ്റലിൽ വെച്ചിരിക്കുന്നത്. ദിവസങ്ങൾ ചെല്ലുന്തോറും ആ കുട്ടി വളർന്നു ഒരു വലിയ ആളാകുന്നു. എന്നാൽ പുറലോകം കാണാത്തതിനാൽ വളരെ മോശം പയ്യനായാണ് വളരുന്നത്. ഒരു ഘട്ടത്തിൽ ആ വൈഫിനോട് തന്നെ വളരെ മോശം രീതിയിൽ പെരുമാറുന്നു. ഇനിയും അവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് വിചാരിച്ച് അവർ അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നു. അങ്ങനെ രക്ഷപ്പെടുവാൻ ശ്രമിക്കുമ്പോൾ അവൻ തടുക്കുവാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവനെ വീടിന് പുറത്തേക്ക് തള്ളിയിടുന്നു. പുറത്തേക്ക് വീണ അവൻ അങ്ങനെ തന്നെ വയസ്സായി ചാമ്പലായി മരിച്ചു പോകുന്നു. എന്നാൽ ഒരു മാസം കഴിഞ്ഞ് ആ വൈഫ് പ്രഗ്നൻസി ടെസ്റ്റ് എടുത്തു നോക്കുന്നു. അപ്പോൾ അതിൽ പോസിറ്റീവ് എന്ന് കാണിക്കുന്നു.